സീതാറാം യെച്ചൂരി രാഹുൽ ഗാന്ധിയുടെ അടുത്ത സുഹൃത്തായിരുന്നു. അദ്ദേഹം എയിംസിൽ ചികിത്സയ്ക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് വരെ സോണിയാഗാന്ധിയുടെ വീട്ടിൽ നിന്നാണ് അങ്ങോട്ട് പോകുന്നത് പോലും. അവർ തമ്മിൽ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ബന്ധമുണ്ടായിരുന്നു. ആ ഒരർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു ഗുരു ഒക്കെ ആയിട്ട് പല കോൺഗ്രസ്സുകാരും സീതാറാം യെച്ചൂരിയെ വിശേഷിപ്പിക്കാറുണ്ട്. അപ്പോൾ കോൺഗ്രസിനോടുള്ള ആ ഒരു തുറന്ന സൗഹൃദ നിലപാടിൽ നിന്ന് എം.എ. ബേബി വ്യതിചലിക്കും. അല്ല, ഇതിൽ വ്യക്തിപരമായ ഒരു സൗഹൃദമല്ല. സീതാറാം യെച്ചൂരി രാഹുൽ ഗാന്ധിയുമായിട്ട് ചർച്ച ചെയ്യാൻ പോകാറുണ്ടായിരുന്നത് എന്തുകൊണ്ടാണ്? CPM ജനറൽ സെക്രട്ടറിയാണ്. CPI മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ സമീപനം BJP വിരുദ്ധ പോരാട്ട സന്നദ്ധതയുള്ള പാർട്ടികളെയെല്ലാം ഏകോപിപ്പിക്കണമെന്നുള്ളതാണ്. ആ ചുമതല നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സീതാറാം യെച്ചൂരി രാഹുൽ ഗാന്ധിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. CPIM സഹായവും ബൗദ്ധികമായിട്ടുള്ള പിന്തുണയും ഒക്കെ ഈ സമരത്തിന് ആവശ്യമുണ്ട് എന്ന് കോൺഗ്രസ് കരുതുന്നുണ്ടെങ്കിൽ CPM ഭാഗത്ത് നിന്ന് ഞങ്ങൾ ചർച്ച ചെയ്തിട്ട് ആവശ്യമായ ചർച്ച. അപ്പോൾ അത് വ്യക്തിപരമല്ലെങ്കിൽ ഇപ്പോൾ തൽക്കത്തോറ സ്റ്റേഡിയത്തിൽ യെച്ചൂരി അനുസ്മരണത്തിൽ രാഹുൽ ഗാന്ധി തന്നെ പ്രസംഗിച്ചത് യെച്ചൂരി വീട്ടിൽ വന്ന സമയത്ത്, സോണിയാഗാന്ധിയുടെ വീട്ടിൽ വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സൗണ്ടിൽ കുറച്ച് വേരിയേഷൻ വന്നു. അപ്പോൾ ആശുപത്രിയിൽ പോകണമെന്ന് നിർബന്ധിച്ചതും ആശുപത്രിയിൽ പോകുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഒരാളെ കൂടെ അയച്ചത് രാഹുൽ ഗാന്ധിയാണ്. അപ്പോൾ വളരെ അത്രയും ഊഷ്മളമായ ഒരു സൗഹൃദം കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ CPM ജനറൽ സെക്രട്ടറിയും തമ്മിലുണ്ട് എങ്കിൽ, ഇപ്പോൾ അത് വ്യക്തിപരമല്ലെങ്കിൽ അതേ സൗഹൃദം സ്വാഭാവികമായും പുതിയ ജനറൽ സെക്രട്ടറിയും തുടരണമല്ലോ. അല്ല, അത് വേണോ വേണ്ടയോ എന്നില്ല ഉള്ളത് ഞാൻ പറയേണ്ടതല്ല. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ ബ്ലോക്ക് രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു യോഗം പോലും നടന്നിട്ടില്ല. നിങ്ങൾക്ക് അതിനകത്ത് യാതൊരു ഉത്കണ്ഠയില്ല. അപ്പോൾ ഇത് വ്യക്തിപരമായൊരു പ്രശ്നമല്ല. അപ്പോൾ ഇന്ത്യ ബ്ലോക്ക് പാർട്ടികൾ, അതിനകത്ത് കോൺഗ്രസും CPM മാത്രമല്ല ഉള്ളത്, വേറെ ഒരുപാട് പാർട്ടികളുണ്ട്. എന്തുകൊണ്ട് അവരുടെ ഒരു യോഗം ഇതുവരെ നടന്നില്ല? ആ ചോദ്യം എൻ്റെ സുഹൃത്ത് ഇതുവരെ എന്നോട് ചോദിച്ചില്ലല്ലോ. യോഗം വേണ്ട എന്ന് CPM തീരുമാനിച്ചതുകൊണ്ടാണ്. പാർലമെൻറ്റിൽ സാധാരണ ഗൗരവമുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഫ്ലോർ ലീഡർമാരെന്ന് പറയും, സഭയിലെ പാർട്ടികളുടെ നേതാക്കന്മാർ. ഞങ്ങൾ ഒരുമിച്ച്, ഞാൻ രാജ്യസഭയിലുണ്ടായിരുന്നപ്പോൾ എത്ര യോഗങ്ങൾ പോയിട്ടുണ്ട്. ഇപ്പം അങ്ങനെയുള്ള യോഗങ്ങൾ നടക്കുന്നില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2% താഴെ വോട്ടിൻ്റെ മാത്രം വ്യത്യാസത്തിലാണ് NDA ജയിച്ചത്. BJP ജയിച്ചില്ല. ഇന്ത്യ ബ്ലോക്ക് എന്നുള്ള നിലയിലുള്ള രാഷ്ട്രീയ ഇടപെടലിലൂടെയാണ്. അതിന് മുമ്പ് 2014-ലും 2019-ലും തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ തനിച്ച് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന BJPക്ക് അയോധ്യ ക്ഷേത്രം നിർമ്മിച്ച് അത് പൂർത്തിയാകാതെ അതിൻ്റെ പ്രാണപ്രതിഷ്ഠ നടത്തി രാമനെയും അയോധ്യ ക്ഷേത്രത്തെയും ഒക്കെ തിരഞ്ഞെടുപ്പ് വിഷയമാക്കാൻ BJP ശ്രമിച്ചിട്ടും അയോധ്യ ക്ഷേത്രം നിൽക്കുന്ന ഫൈസാബാദിൽ ഉൾപ്പെടെ BJP തോറ്റത്, അവരെ തോൽപ്പിച്ചത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ. ആ ഏകോപനത്തിന്റെ വിജയം കൂടിയല്ലേ? അതാ ഞാൻ പറഞ്ഞത്. ആ ഏകോപനം 2 ചുവട് കൂടി കരുതലോടുകൂടി മുന്നോട്ട് വെച്ചിരുന്നെങ്കിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ BJPയെ തോൽപ്പിക്കാനുള്ള സാധ്യത രൂപപ്പെട്ടു വന്നിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള അധിക ജാഗ്രത. ശരി, നമ്മൾ ഇത്രയും നേരം സംസാരിച്ചിട്ട് കോൺഗ്രസിനോടുള്ള ലൈൻ എന്താണ്, M.A. ബേബി ലൈൻ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് കോൺഗ്രസിനോടുള്ള M.A. ബേബിയുടെ ലൈൻ അല്ല, CPIM ലൈനുണ്ട്. ജനറൽ സെക്രട്ടറി CPIM ലൈനാണ്, ജനറൽ സെക്രട്ടറിയുടെ നയമല്ല. സീതാറാം യെച്ചൂരി ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ സീതാറാം യെച്ചൂരിയുടെ ലൈൻ അല്ല. സീതാറാം യെച്ചൂരിയുടെ ലൈനിൽ നിന്ന് മാറ്റമുണ്ടോ എന്ന് അറിഞ്ഞാൽ മതി. അല്ല, സീതാറാം യെച്ചൂരിയുടെ ലൈൻ അല്ല. അന്നുണ്ടായിരുന്നതും CPIM നയമാണ്. അതിന് മുമ്പുണ്ടായിരുന്നതും CPIM നയമാണ് പ്രകാശ് കാരാട്ടിരുന്നപ്പോൾ. അപ്പോൾ ആ നയമെന്ന് പറയുന്നത് BJPയെ തോൽപ്പിക്കാൻ കോൺഗ്രസ് പ്രധാനപ്പെട്ട സംഭാവന നൽകാനുണ്ട്. ഇന്ത്യ മുന്നണി ശക്തിപ്പെടണം, അത് കോൺഗ്രസ് മുഖ്യ ചുമതല വഹിക്കണം. എല്ലാവർക്കും ചുമതല നിർവഹിക്കാനുണ്ടെന്നുള്ള ബോധത്തോടുകൂടി നേതൃത്വ നിൽക്കുന്ന കോൺഗ്രസ് പെരുമാറണം. CPM പറഞ്ഞത് വിടുക. അതിന് കേരളത്തിൽ, അതായത് ഇപ്പോൾ CPM കോൺഗ്രസിനോടുള്ള സമീപനത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഒരു തടസ്സമോ ഘടകമോ അല്ല. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളല്ലല്ലോ ഇന്ത്യ മുന്നണി എങ്ങനെ പ്രവർത്തിക്കണമെന്നത് സംബന്ധിച്ച് സമീപനം രൂപപ്പെടുത്തുമ്പോൾ CPIM തീരുമാനത്തെ സ്വാധീനിക്കുക. കേരള സാഹചര്യങ്ങളല്ല. അല്ല, ഈ കോൺഗ്രസുമായിട്ട് പല സംസ്ഥാനങ്ങളിലും സഹകരിക്കേണ്ടി വരും എന്നത് കേരളത്തിൽ നിന്നുള്ള പിണറായി വിജയൻ മുതൽ എല്ലാ PB മെമ്പർമാരും കേന്ദ്ര കമ്മിറ്റി മെമ്പർമാരും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിച്ചതല്ല. അതിൽ കേരള പാർട്ടി കൺവിൻസ്ഡ് ആണ്.
കേരള പാർട്ടി എന്നൊന്നില്ല, CPIM ഉള്ളൂ. ആ CPIM-ന്റെ ഭാഗമായിട്ട് ബംഗാൾ ഘടകമുണ്ട്, കേരള ഘടകമുണ്ട്. ഈ ഘടകങ്ങൾക്കെല്ലാം ഇത് സംബന്ധിച്ച് ഒരേ കാഴ്ചപ്പാടാണ്. പാർട്ടി ചർച്ച ചെയ്ത് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ സീതാറാം യെച്ചൂരിയുടെ അതേ നയസമീപനങ്ങൾ MA ബേബി സെക്രട്ടറി ആകുമ്പോഴും തുടരും ദേശീയ രാഷ്ട്രീയത്തിൽ, മുന്നണി രാഷ്ട്രീയത്തിൽ. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങൾ ചോദ്യം അവതരിപ്പിക്കുമ്പോൾ സീതാറാം യെച്ചൂരിയുടെ നയം, P. സുന്ദരയ്യയുടെ നയമില്ല, EMS-ന്റെ നയമില്ല. ഈ ഓരോ കാലഘട്ടത്തിലും പാർട്ടിയുടെ PBCCയും ചർച്ച ചെയ്തെടുക്കുന്ന നയമാണുള്ളത്. ആ നയം അതാത് സമയത്ത് ജനറൽ സെക്രട്ടറിമാർ പിന്തുടരും. അത് സമർത്ഥമായി സീതാറാം യെച്ചൂരി പിന്തുടർന്നിരുന്നു. സീതാറാം യെച്ചൂരിയുടെ സാമർഥ്യത്തോടുകൂടി അത് പിന്തുടരാൻ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി കഴിയുമോ എന്നുള്ളതാണ് നിങ്ങൾ കാത്തിരുന്ന് കാണുന്നത്. എല്ലാ ഭാവുകങ്ങളും ജനറൽ സെക്രട്ടറി എന്നുള്ളതിൽ. താങ്ക് യു.